വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്നെത്തുന്ന ശ്രീരാമ ഭക്തർക്ക് താൽക്കാലികമായി താമസിക്കാനുള്ള ടെൻറ്റുകളാണ് അയോധ്യയിൽ തയ്യാറായിട്ടുള്ളത്. ഓരോ ജില്ലക്കാർക്കും താമസിക്കാൻ വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ടെൻറ്റുകളാണ് ഇവിടെയുള്ളത്. അപ്പം നമ്മൾ താമസിച്ചത് ചെങ്ങന്നൂർ ജില്ലയിലെ ടെൻറ്റിനകത്തിലാണ്. ഇന്ന് രാംലല്ലയെ ദർശിക്കാനായിട്ട് നമ്മൾ പുറപ്പെടുകയാണ്. നമ്മളിന്ന് പോകുന്നത് സരയുവിലേക്കാണ്. സരയിൽ സ്നാനമൊക്കെ കഴിച്ചിട്ട് നേരെ ദിവ്യദർശനത്തിനായിട്ട് പോകാനാണ്. അയോധ്യ നഗരി ശ്രീരാമ മന്ത്രത്താൽ മുഖരിതമാണ്. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് അയോധ്യയിലേക്ക് ഒഴുകിയെത്തുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സരയൂ നദിയും അതിനോട് ചേർന്ന് കിടക്കുന്ന കാഴ്ചകളുമാണ് നമ്മൾ കാണുന്നത്. ഇവിടുന്ന് ഓരോ ദിവസവും വൻ ഘോഷയാത്രയായിട്ടാണ് രാംലല്ലയെ ദർശിക്കാനായിട്ട് പുറപ്പെടുന്നത്. സരയൂ തീരത്തെത്തി ഇവിടുത്തെ കാഴ്ചകളുമൊക്കെ കണ്ട് സ്നാനമൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ രാംലല്ലയെ ദർശിക്കാനായിട്ട് പുറപ്പെടുകയാണ്. അപ്പോൾ ഇവിടുന്ന് ക്ഷേത്രത്തിലേക്ക് അല്പം ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഓട്ടോറിക്ഷയ്ക്കകത്തിൽ അങ്ങോട്ട് യാത്ര പുറപ്പെടുകയാണ്. ഓട്ടോറിക്ഷ എവിടം വരെ പോകും എന്നറിയില്ല, എന്നാലും നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഈ യാത്രാ വഴിയിലെല്ലാം തന്നെ ശ്രീരാമ ഭക്തരുടെ ഒഴുക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഇവരെല്ലാം തന്നെ സരയൂ സ്നാനം കഴിഞ്ഞിട്ട് രാംലല്ലയെ ദർശിക്കാനായിട്ട് നടന്നു പോവുകയാണ്. വൻ തിരക്കാണ് റോഡുകളിൽ അനുഭവപ്പെടുന്നത്. ഓട്ടോറിക്ഷയിൽ നമുക്ക് അല്പ ദൂരമേ വരാൻ സാധിച്ചുള്ളൂ. അപ്പോൾ തന്നെ ഭക്തജനങ്ങളുടെ വൻ തിരക്കാണ്, വണ്ടി ഇങ്ങോട്ട് കടത്തിവിടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി കാൽനടയായിട്ട്
ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് അല്പം ദൂരമുണ്ട്. നമ്മൾ അടുക്കും തോറും വൻ ഭക്തജന തിരക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും ആദ്യമുള്ള കവാടത്തിൽ എത്തിയിരിക്കുകയാണ്. ഈ കവാടത്തിൽ നിന്ന് അല്പം അകത്തേക്ക് യാത്ര ചെയ്തെങ്കിൽ മാത്രമേ ക്ഷേത്രത്തിലെത്താൻ സാധിക്കത്തുള്ളൂ. അപ്പം വാതിലിൽ തന്നെ തിരക്ക് നിയന്ത്രിക്കാനായിട്ട് വൻ സുരക്ഷാ സംവിധാനങ്ങളും കവാടങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ കവാടത്തിനുള്ളിലേക്ക് കയറുകയാണ്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറും തോറും തിരക്ക് വളരെ നിയന്ത്രിച്ച് വിടാനുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരെയും ബാഗുകളും ഒക്കെ പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതീവ സുരക്ഷാ സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ബാഗ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് വീണ്ടും അകത്തേക്ക് പോവുകയാണ്. ഇവിടെ മൊബൈലും ക്യാമറയൊക്കെ ഉപയോഗിക്കാനായിട്ട് പ്രത്യേക നിബന്ധനകളുണ്ട്. അതനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ക്ഷേത്രത്തിനുള്ളിലേക്കൊന്നും ക്യാമറ കടത്തിവിടില്ല. അതിനായിട്ട് പ്രത്യേകം സജ്ജീകരിച്ച സ്റ്റോറേജ് സംവിധാനങ്ങളൊക്കെ ഇവിടെയുണ്ട്. ലോക്കർ സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ നമുക്ക് പാസ് എടുത്ത് വെച്ചിട്ട് വേണം ക്ഷേത്രത്തിനുള്ളിലേക്ക് യാത്ര ചെയ്യാനായിട്ട്. ഇവിടുന്ന് അല്പം കൂടെ നടന്നാൽ രാമലല്ലയെ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. शुभम कुर्मी जहाँ भी हो, निःशुल्क प्रसाधन लाकर सुविधा के सामने पुलिस चौकी पे खड़े हैं हम। അതീവ സുരക്ഷാ സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടുന്ന് തന്നെ എല്ലാ രാമഭക്തരെയും ഈ കവാടങ്ങളിലൂടെ കടത്തിയാണ് വിടാറ്. അതീവ ചെക്കിംഗ് ഒക്കെ ചെയ്തിട്ടാണ് വിടാറ്. അതിനുശേഷം നമ്മൾ ഇവിടെ എത്തുന്നത് ലോക്കർ സംവിധാനമുള്ള സ്ഥലത്തേക്കാണ്. ഇവിടെയാണ് മൊബൈലും ബാഗുകളെല്ലാം ഇവിടെ ഫ്രീ ആയിട്ട് വെക്കാനുള്ള സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഈ ലോക്കറിൽ വെച്ച് പൂട്ടി ആ താക്കോല് നമ്മളെയാണ് ഏൽപ്പിക്കുന്നത്. നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് താക്കോല് കൊടുത്തു കഴിയുമ്പോൾ തുറന്ന് നമ്മൾ തിരിച്ചേൽപ്പിക്കും. അതീവ സേഫായിട്ട് തന്നെയാണ് നമ്മുടെ മൊബൈലും കാര്യങ്ങളൊക്കെ. വളരെ വലിയ ലോക്കർ സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതേപോലെ ചെപ്പൽ വെക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ചെപ്പലൊക്കെ ഇവിടെ വളരെ ഫ്രീ ആണ്. ഇതിനൊന്നും നമ്മൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ശേഷം ഉള്ളിലേക്ക് നമ്മൾ യാത്ര തുടരുകയാണ്. രാംലല്ല ദർശനം തൊട്ട് അടുത്താണ് ഇനിയുള്ളത്. ഇനി നമ്മൾ ദർശനത്തിനായിട്ട് അകത്തേക്ക് കയറാൻ പോവുകയാണ്. ഇനി നമുക്ക് മൊബൈലും ക്യാമറയൊക്കെ ഉപയോഗിക്കുന്നതിനും പ്രത്യേകം നിബന്ധനകളുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വിഷ്വൽസും നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കാൻ സാധിക്കുന്നില്ല. ക്ഷേത്ര ദർശനം വളരെ മനോഹരമായിരുന്നു. അവർണ്ണനീയമാണ്. വർണ്ണിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല ക്ഷേത്രം എന്താണ് എന്നുള്ളത്. അത്രയ്ക്ക് മനോഹരമായ കാഴ്ചകളും ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള നിർമ്മാണവുമാണ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. എന്തായാലും രാംലല്ലയെ ദർശിച്ചു. വളരെ സന്തോഷമായിട്ട് നമ്മൾ മടങ്ങുകയാണ്.
എത്ര വർണ്ണിച്ചാലും ഈ ക്ഷേത്രത്തിനെക്കുറിച്ചുള്ള വർണ്ണന പൂർണ്ണമാകില്ല. അതുകൊണ്ട് തന്നെ കാഴ്ചകളും നമുക്ക് ചില വിഷ്വൽസ് ഒന്നും ലഭിച്ചിട്ടില്ല. എല്ലാവർക്കും Sari gama mama gari gama pa dani sari dani da dani da sari dani sari gari sani re sani dani sari gama mama gari sani re sari dum ta na ta dim dum